വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് ഫോർ യു ബൈ സ്നേഹ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലത്തെ 9th എപ്പിസോഡാണ് ചെയ്യുന്നത്. ഓൾറെഡി 8 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ആരുമില്ല, അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളൊരു ദിവസം വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണുള്ളൂ, പക്ഷെ അത് ഭയങ്കര നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പഠിപ്പിക്കണുള്ളൂ. ആവശ്യമില്ലാത്തതൊന്നും കുറേ പഠിപ്പിക്കുക അങ്ങനെ ഇല്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം ഒരു ദിവസം പഠിക്കണുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ ക്ലാസ് ശ്രദ്ധിച്ചോ? ഇന്നലെ നമ്മൾ യൂസ് ചെയ്ത സെൻറ്റൻസുകളൊക്കെ ഒരാളെ കുറിച്ചുള്ള സെൻറ്റൻസുകളായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്ക് അതിന് കറക്റ്റ് ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അത് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയപ്പോൾ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സാ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. അപ്പം എനിക്ക് അറിയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അത് ക്ലാരിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ അപ്പം ഇന്നലത്തെ ഒരു നമ്മൾ ഹോംവർക്കിന് തന്നൊരു സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. റാണി മേക്സ് കോഫി. റാണി കാപ്പി ഉണ്ടാക്കും. അത് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ചിലവർക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ റാണി കോഫി ഉണ്ടാക്കുമെന്ന് എങ്ങനെ നമ്മൾ ചോദിച്ചത്? ഡസ് റാണി മേക്ക് കോഫി. ഇനി എന്താണ് റാണി ഉണ്ടാക്കുന്നത് എന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? വാട്ട് ഡസ് റാണി മേക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് കോഫി എന്ന് കിട്ടും. ഇനി ആരാണ് കോഫി ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ചോദിക്കുക? ഹൂ മേക്സ് കോഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാണിന്ന് ആൻസർ കിട്ടും. ഇത് നമ്മൾ ശ്രദ്ധിച്ചു, ഇത് നമുക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ കുറച്ച് ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇപ്പം പറയാണ് അവർ ടെന്നീസ് കളിക്കും എന്ന് പറയാം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലാക്കാം? ദേ പ്ലേ ടെന്നീസ്. അവർ ടെന്നീസ് കളിക്കും. ഇനി ഇതെനിക്കൊരു ക്വസ്റ്റ്യൻ ആക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് അതാക്കുക? ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സെൻറ്റൻസിന് നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ റാണി അല്ലെങ്കിൽ രാജു, നമ്മൾ ആരെങ്കിലും കുറിച്ച് ഒരാളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യുക. ഇവിടെ ദേ എന്ന് പറയുന്നത് കുറേ പേരുണ്ട്, കുറച്ചധികം ആൾക്കാരുണ്ട്, ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ദേ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു ആണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് ശ്രദ്ധിച്ചു നോക്കിയേ. ദേ പ്ലേ ടെന്നീസ്. അപ്പം നമുക്ക് ഇനി ചോദിക്കേണ്ടത് അവർ ടെന്നീസ് കളിക്കുമോ എന്നാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഡു ദേ പ്ലേ ടെന്നീസ് എന്ന് പറയാം. ഇനി നമുക്ക് ചോദിക്കണം അവരെന്താണ് കളിക്കണമെന്ന് ചോദിക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഡു ദേ പ്ലേ ടെന്നീസ് എന്ന് നമ്മൾ ഓൾറെഡി ആ ഡു ദേ എടുത്തു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? വാട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഡു ദേ പ്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നീസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് പറയണം ഞങ്ങൾ ചോറാണ് കഴിക്കുക എന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാ? വി ഈറ്റ് റൈസ്. വി ഈറ്റ് റൈസ് എന്ന് വെച്ചാൽ അരി അല്ലെങ്കിൽ ചോറാണ് കഴിക്കുക എന്ന് പറയണം. ഇതിന് നമുക്ക് എങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റും? നമുക്ക് ചോദിക്കാം നിങ്ങൾ ചോറാണോ കഴിക്കുക എന്ന് ചോദിക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ച സെൻറ്റൻസുകളൊക്കെ നോക്കിയേ. ഹി ഷീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്തത്. നേരത്തെ പഠിച്ച സെൻറ്റൻസ് നോക്കിയേ. ദേ പ്ലേ ടെന്നീസ് എന്നുള്ളത് നമ്മൾ എങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കിയേ? ദേ വന്നു. അപ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഡു ദേ പ്ലേ ടെന്നീസ് എന്നാണ് ചോദിച്ചത്. ഇവിടെയും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വി ആണ്. അപ്പോൾ വി എന്ന് പറഞ്ഞിട്ട് പിന്നെ സാധാ നേരത്തെ സെൻറ്റൻസിൽ ദേ പ്ലേ ടെന്നീസ് എന്നുള്ളത് ഡു ദേ പ്ലേ ടെന്നീസ്. നമ്മൾ ആ ഡു എഴുതി, ആ ദേ പ്ലേ ടെന്നീസ് തന്നെ സെയിം എഴുതി. ഇവിടെ നമുക്ക് പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചോറാണ് കഴിക്കുക എന്നുള്ളത് നമുക്ക് ചോദ്യമാക്കേണ്ടത് നിങ്ങൾ ചോറാണോ കഴിക്കുക എന്നാണ്. നമ്മൾ ഡു വി ഈറ്റ് റൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായി? അവരോട് തന്നെ ചോദിക്കുക. നമ്മൾ ചോറാണോ കഴിക്കുക എന്ന് അവരോട് തന്നെ ചോദിക്കുക. പക്ഷെ നമുക്ക് അങ്ങനെയല്ല സെൻറ്റൻസ് വേണ്ടത്. നമുക്ക് ചോദിക്കേണ്ടത് എന്താ? നിങ്ങൾ ചോറാണോ കഴിക്കുക എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം നമ്മളെങ്ങനെ നിങ്ങൾ എന്നുള്ളതിൻ്റെ വേർഡ് നമ്മൾ എന്താ പഠിച്ചത്? യു ആണ് പഠിച്ചത്. അപ്പം നമ്മളിങ്ങനെ ചോദിക്കുക ഡു യു ഈറ്റ് റൈസ്. അതായത് ഡു വി ഈറ്റ് റൈസ് എന്നല്ല
പറയേണ്ടത്. കാരണം ഡു വി ഈറ്റ് റൈസ് എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ തെറ്റാണ്, അവരോട് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്ക് പക്ഷെ വേറൊരാളോടാണ് ചോദിക്കേണ്ടത്. ഇനി നമുക്ക് പറയണം അവർക്കൊരു കാർ ഉണ്ട് എന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാം? അവർക്ക്. അപ്പൊ ദേ ഹാവ് എ കാർ. ഇവിടെ ദേ ഹാവ് വന്നത് എന്തുകൊണ്ടാ? ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹി ഹാസ്, ഷീ ഹാസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ വന്നപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഹാവ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ദേ ഹാവ് എ കാർ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റുക എങ്ങനെയാ? അവർക്ക് കാർ ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ആക്കാം? ഡു ദേ ഹാവ് എ കാർ. ഇവിടെ ദേ മാറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചോദിക്കേണ്ടത് അവർക്ക് കാർ ഉണ്ടോ എന്ന് തന്നെയാണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കുക? ഡു ദേ ഹാവ് എ കാർ എന്ന് ചോദിക്കാം. ഇനി ഞങ്ങൾ ഫ്രഞ്ച് സംസാരിക്കും. ഫ്രഞ്ച് എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രഞ്ച് സംസാരിക്കും എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി സ്പീക്ക്, സംസാരിക്കും. വി സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റുക? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വി വന്നു, നമ്മൾ ഡു യൂസ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഫ്രഞ്ച് സംസാരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? നിങ്ങൾ ഫ്രഞ്ച് ആണോ സംസാരിക്കുക? നിങ്ങൾ ഫ്രഞ്ച് സംസാരിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഡു യു സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറയാം. ഇനി നമുക്ക് ചോദിക്കണം എന്താണ് അവർ സംസാരിക്കുക, ഏത് ഭാഷയാണ് അവർ സംസാരിക്കുന്നത്? ഫ്രഞ്ച് എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇപ്പോൾ ചോദിക്കുക? അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കിയത് എങ്ങനെയാ? ഡു യു സ്പീക്ക് ഫ്രഞ്ച് എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ ആക്കുക? ഫ്രഞ്ചിന് ആൻസർ കിട്ടാൻ, എന്താ അവര് സംസാരിക്കുക എന്നുള്ളതിന്റെ ആൻസർ കിട്ടാൻ എങ്ങനെയാ ചോദിക്കുക? വാട്ട് ഡു യു സ്പീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് എന്ന ആൻസർ കിട്ടും. അതായത് ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സെയിം എടുത്ത് എഴുതി. അതിന് മുമ്പ് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? വാട്ട് ഡു യു സ്പീക്ക്, അതായത് വാട്ട് നമ്മൾ ആഡ് ചെയ്യണം. മനസ്സിലായോ? ഇനി നമുക്ക് പറയണം അവര് പതുക്കെ സംസാരിക്കാന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷ് പറയാ? അപ്പൊ അവര് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ദേ ആണ്. അപ്പൊ സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക് എന്ന് പറയാം. പിന്നെ സ്ലോലി എന്ന് വെച്ചാൽ പതുക്കെ. അപ്പൊ ദേ ടോക്ക് സ്ലോലി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാം? നമുക്ക് ചോദിക്കാൻ പറ്റും അവര് പതുക്കെ ആണോ സംസാരിക്കുക എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഡു ദേ ടോക്ക് സ്ലോലി എന്ന് ചോദിച്ചാൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഇവിടെ ഈ ഒരു സെന്റൻസ് ശ്രദ്ധിച്ചോ? ഇവിടെ നടക്കണ ഒരു വേർബ് എന്താണ്? ടോക്ക് ആണ്. വേർബ് എന്ന് വെച്ചാൽ പ്രവൃത്തി. അവർ ചെയ്യണ കാര്യം എന്താ? സംസാരിക്കുകയാണ്. അപ്പൊ അതാണ് അവിടുത്തെ പ്രവൃത്തി. അപ്പൊ ആ പ്രവൃത്തി അവർ എങ്ങനെ ചെയ്യണേന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ലോലി, പതുക്കെയാണ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് അവർ സംസാരിക്കുക? മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് അവർ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ അത് പറ്റിയത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. എങ്ങനെ എന്നുള്ളതിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? ഹൗ ആണ്. കാരണം എങ്ങനെ അത് ഉണ്ടായി എന്ന് ചോദിക്കാൻ നമ്മൾ മുമ്പ് പഠിച്ചു. അത് എങ്ങനെ പറയാം? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ എന്ന് ചോദിക്കാം. അപ്പൊ ആ ഒരു വേർഡിന്റെ യൂസ് നമുക്ക് ഇവിടെയും ആവശ്യമുണ്ട്, എങ്ങനെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ദേ ടോക്ക് സ്ലോലി എന്നുള്ള സെന്റൻസിനെ നമ്മൾ എങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കിയേ? ഡു ദേ ടോക്ക് സ്ലോലി എന്ന് ആക്കുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെ അവർ സംസാരിക്കാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു ദേ ടോക്ക് സ്ലോലി എന്നുള്ളത് തന്നെ എടുക്കുക. അതിന്റെ മുമ്പ് എന്താ ആഡ് ചെയ്യേണ്ടത്? ഹൗ എന്ന് ആഡ് ചെയ്യുക. അപ്പൊ ഹൗ ഡു ദേ ടോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? സ്ലോലി എന്ന് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഒരു പുതിയ ടോപ്പിക് ആയിട്ട് ഞാൻ വരാം. സോ നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.